കണ്ണൂർ കരിക്കോട്ടക്കരി ടൗണിന് സമീപം കാട്ടാനിറങ്ങി ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് തത്സമയം. അരുൺ, വിശദാംശങ്ങൾ. ആന ആന ഓക്കെ. എസ് കെ, ഇന്നലെ രാത്രി ആ കീഴ്പള്ളി വട്ടപ്പറമ്പിൽ ഇറങ്ങിയ ആ പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാനയാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇന്നലെ രാത്രി തന്നെ ആ കാട്ടാനയെ തുരത്തിയിരുന്നു. RRT സംഘവും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്നാണ് ആനയെ തുരത്തിയത്. ആ ആന ഇപ്പോൾ സഞ്ചരിച്ച് ഈ കരിക്കോട്ടക്കരി ടൗണിന് സമീപം എത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കരിക്കോട്ടക്കരി ടൗണിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോഴും ഈ കാട്ടാന തുടരുകയാണ്. അതിനെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. RRT സംഘമുണ്ട്, നാട്ടുകാരെല്ലാം ചേർന്ന് അതിനെ തുരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അവിടെ പൂർണ്ണമായും ജനവാസ മേഖലയാണ്, നിരവധി വീടുകളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഈ കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് വനം വകുപ്പിൻ്റെ ഒരു വാഹനത്തിന് നേരെ ഈ കാട്ടാന പാഞ്ഞെടുക്കുകയും ചെയ്തു. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വനം വകുപ്പിൻ്റെ സംഘം അവിടെ എത്തി ഈ ആനയെ തുരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ ആനയാണ്, പിടിയാനയാണ്. അതുകൊണ്ട് വലിയ ആശങ്കപ്പെടേണ്ട ഒരു അപകടകാരിയല്ല എന്നതാണ് വനം വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ചിട്ട് ആണുള്ളത്. ആറളം ഫാമിൽ നിന്നാണ് ഈ ആന വന്നതെന്നാണ് വനം വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ആറളം ഫാമിലെ കാട്ടാനകളെ ഈ വനമേഖലയിലേക്ക് തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ നടന്നിരുന്നു. അങ്ങനെ കൂട്ടം തെറ്റി വന്ന ആനയാണ് ഇന്നലെ കീഴ്പള്ളിയിലും ഇപ്പോൾ കരിക്കോട്ടക്കരി ടൗണിലും എത്തിയിരിക്കുന്നതെന്നാണ് വനം വകുപ്പ് പറയുന്നത്. എന്തായാലും ഇതിനെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യം തുടരുകയാണ്. എസ് കെ. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആളുകൾ ജാഗ്രത പാലിക്കണം. ഈ പറയുന്ന സ്ഥലത്തൊക്കെ തന്നെ